നമ്മൾ വീട് പണി ആലോചിക്കുന്ന സമയത്ത് മുതൽ തന്നെ നമുക്കൊരു പ്രോപ്പറായിട്ട് ഒരു ബഡ്ജറ്റ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ 50 ലക്ഷത്തിന് വീട് തരും, അല്ലെങ്കിൽ 75 ലക്ഷത്തിന് തരും, അല്ലെങ്കിൽ 1 കോടിക്ക് തരും. എത്രയാണോ നിങ്ങളെ കപ്പാസിറ്റി അതിനനുസരിച്ച് ഒരു പ്രോപ്പർ ബഡ്ജറ്റിങ് വേണം. കാരണം നമ്മളൊരു ഒരു ഒരു എക്സ്പീരിയൻസിൽ പല കസ്റ്റമേഴ്സും എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ബഡ്ജറ്റിംഗ് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ മനസ്സിലായിട്ടുള്ളത്. പലർക്കും ഈ പറയുന്ന പ്രോപ്പർ ബഡ്ജറ്റിംഗ് ഇല്ലാത്തതുകൊണ്ട് തുടക്ക സമയത്ത്, അതായത് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ചെയ്യുന്ന സമയത്തും ഒക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് ഒരുപാട് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യും. എന്നാൽ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്തുന്ന സമയത്ത് ഇപ്പോൾ ടൈലായിക്കോട്ടെ, സാനിറ്ററി വെയർ ആയിക്കോട്ടെ, ലൈറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മളെ ഫിസിക്കലി നമ്മളെ കണ്ണുകൊണ്ട് കാണണ സംഗതികളാണ്. അപ്പോൾ നിങ്ങൾ വീട് പണി തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ ടൈൽസിന് 1 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യും. അത് പിന്നെ നിങ്ങളത് 3-ലോട്ട് പോകരുത് എന്ന് ഞാൻ പറയാം. നിങ്ങൾ 2 ബഡ്ജറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2-ൽ തന്നെ നിങ്ങൾ എടുക്കണം. പിന്നെ അത് 3-ലോട്ടും പോകരുത്, പിന്നെ അത് ഭയങ്കരമായിട്ട് താഴോട്ടും വരരുത്. എന്താണോ നിങ്ങൾ ഓരോന്നിനും അലോക്കേറ്റ് ചെയ്തിട്ട്, അപ്പം പ്രോപ്പറായിട്ട് ഓരോന്നിനും ബഡ്ജറ്റ് അലോക്കേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരു വീട് പണി തുടങ്ങാൻ എന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്.